ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോം റെസിപ്പീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന തേങ്ങ ഒക്കെ ഫില്ല് ചെയ്തിട്ടുള്ള നല്ലൊരു ബന്നിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാലോ ബട്ടറോ ഒന്നും യൂസ് ചെയ്യാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബന്ന് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും പുതിയ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബണ്ണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡ്രൈ ഈസ്റ്റ് 1 സ്പൂണാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടി എടുത്തിട്ട് ഇളം ചൂടുവെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ഇളം ചൂടുള്ള പാലെടുക്കാം. പാലാവുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ നമുക്ക് അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും, വെള്ളം യൂസ് ചെയ്യുകയാണെങ്കിലും. അപ്പോൾ നമ്മളിത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പൊടിയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഈസ്റ്റ് ഇപ്പം 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ മിക്സും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യണം. എൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ വീഡിയോ എങ്ങനെയോ മിസ്സായിപ്പോയി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ ചൂടുവെള്ളം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇനി അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചെറിയ ചൂടുള്ള പാലാണെങ്കിൽ നമുക്ക് അതും ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരുത്തരുടെ അളവ് കപ്പിനനുസരിച്ച് വ്യത്യാസം വരും. നമ്മൾ ഓൾമോസ്റ്റ് 1 കപ്പ് വെള്ളത്തിൻ്റെ അടുത്താണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കുറച്ച് ചേർത്തിട്ട് കുഴച്ചെടുക്കാം. അത്യാവശ്യം നല്ലപോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കുക. കാരണം ബന്നിനൊക്കെ ആയതുകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അതേപോലെ അത്രയ്ക്ക് സോഫ്റ്റ് ആക്കിയിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് 1 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. കാരണം ബ്രെഡായിട്ട് ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു നന്ന തുണി മുകളിലൊന്ന് വെച്ച് കൊടുത്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാഷ്യൂ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അതേപോലെ ഞാൻ കുറച്ച് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുകി വെച്ചിട്ടുള്ള 1/2 കപ്പ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ നല്ലപോലെ മുരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. അത്യാവശ്യം അതെല്ലാം കൂടി ഒന്നൊന്ന് റോസ്റ്റായി വന്ന സമയത്ത് നമ്മളിതിലേക്ക് 1 ടീസ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് നല്ലൊരു ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും 1 ടീസ്പൂണ് പാൽപ്പൊടിയെങ്കിലും ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3.5 ടീസ്പൂൺ വരെ ചേർക്കാം. ഞാനിവിടെ ഓവറായിട്ടുള്ള മധുരത്തിൽ ചെയ്യുന്നില്ല. നമുക്ക് പഞ്ചസാരൊക്കെ ഒന്ന് മെൽട്ടായി വരുന്നത് വരെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഈ സമയത്ത് നമ്മുടെ കയ്യിൽ ഡ്യൂട്ടി ഫ്രൂട്ടി ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ഡേറ്റ്സ് ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത്. കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു നുള്ള ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ ഏലക്കാപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ 1 ഏലക്ക ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അത്യാവശ്യം ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം.
ഇപ്പോൾ ഇതാ നമ്മളെ മാവ് നല്ലപോലെ പൊങ്ങി നല്ലപോലെ ഈസ്റ്റൊക്കെ ആക്റ്റീവായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒന്ന് ബോൾസാക്കി മാറ്റണം. ഞാനിവിടെ ഒരു ഒന്നര മണിക്കൂർ വരെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ 1 മണിക്കൂറൊക്കെ വെച്ചാൽ തന്നെ നല്ലപോലെ ഒന്ന് നമ്മളെ മാവൊന്ന് ഡബിളായി കിട്ടാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മളിത് 2 ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഒന്ന് ബേക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് പാത്രത്തിലേക്ക് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ എന്തെങ്കിലും തട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് മതി. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നുമില്ല, ഞാനിത് വെച്ചിട്ടാണ് അധികം ബേക്ക് ചെയ്യാറ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് എടുക്കുന്നത്. അപ്പം നോർമലായിട്ടുള്ള സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ ഏത് പാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അടിയിൽ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളെ എടുത്ത് വെച്ചിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം കട്ടി തന്നെ നമ്മൾ പരത്തിയെടുക്കണം. നമ്മൾ പാത്രം കവർ ചെയ്തെടുക്കൊന്നും വേണ്ട, നമ്മൾ അത്യാവശ്യം കട്ടി തന്നെ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫില്ലിങ്സ് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതിന് ശേഷം നമ്മൾ മറ്റേ ബോളും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് പരത്തിയതിന് ശേഷം ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ എന്താ ജസ്റ്റ് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് സൈഡെല്ലാം നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോഴുള്ളൂ നല്ലപോലെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 2 സൈഡും കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ഭംഗി. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കുറച്ച് നട്ട്സ് തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബദാമും കിസ്മിസ് എല്ലാം കൂടി വെച്ച് കൊടുത്താണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് വെട്ട് പോലെ ഇടായിരുന്നു കേട്ടോ, എന്നോട് അത് വിട്ടുപോയതാണ്. ഇനി ഞാനിതൊരു 10 മിനിറ്റും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഈ പാത്രത്തിലിട്ടതിന് ശേഷം. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പാലൊന്ന് മുകളിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് പാലുകൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റൊക്കെ ആയിട്ട് നല്ല ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബന്നൊക്കെ ഇവിടെ നല്ലപോലെ തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. നമ്മൾ നല്ല പൊന്തിയിട്ട് നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ചായൻ്റെ കൂടെയൊക്കെ ഏത് നേരം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ വേണ്ടി പറ്റും. നല്ല ഹെൽത്തിയുമാണ്. നമ്മൾ ഓവർ ഓയിലും മധുരം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫില്ലിങ്സ് ഉള്ള ബന്ന് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ കൂടിയൊക്കെ റിവ്യൂ അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.